ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എടുക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് UGC നെറ്റ് കൊമേഴ്സ് സബ്ജക്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ എടുക്കുന്നത്. ഇൻകം ടാക്സിന് മുന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സിൽ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. നമുക്കറിയാം, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ഒരു ഇൻഡിവിജ്വൽ, HUF, കമ്പനി, ഫേം, AOP, BOI, അങ്ങനെയുള്ള വ്യത്യസ്ത ടൈപ്പ് ഓഫ് പേഴ്സൺസ് ഉണ്ടല്ലോ. ഈ ഓരോ പേഴ്സണെ വെച്ചിട്ട് ഓരോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഓരോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ചുള്ള ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് ചെയ്യുന്നതിന് മുമ്പേ തന്നെ മുൻ വർഷങ്ങളിൽ ചോദിച്ച 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം നോക്കാം. What is the residential status of an individual in India for tax purposes if they stay in India for 182 days or more in a financial year? അതായത് ഒരു വ്യക്തി എന്ത് ചെയ്തു, 182 ദിവസമോ അതിൽ കൂടുതലോ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഉണ്ടായി. ഓക്കെ, ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ അദ്ദേഹം ഉണ്ടായെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്? റെസിഡൻ്റ് ആണോ, NOR ആണോ, അഥവാ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ, നോൺ റെസിഡൻ്റ് ആണോ, ദാറ്റ് ഈസ് NR ആണോ, അതോ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്നുള്ള രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് മറ്റൊരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 6 സബ്സെക്ഷൻ 3 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്, ഹൗ ഈസ് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇന്ത്യൻ കമ്പനി ഡിറ്റർമൈൻഡ്? അതായത് ഒരു ഇന്ത്യൻ കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇറ്റ് ഈസ് കൺസിഡേർഡ് നോൺ റെസിഡൻറ്റ് ഇഫ് ഇറ്റ്സ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ആർ സിറ്റുവേറ്റഡ് വോളി ഔട്ട്സൈഡ് ഇന്ത്യ. ഇറ്റ് ഈസ് കൺസിഡേർഡ് നോൺ റെസിഡൻറ്റ്, അതിനൊരു നോൺ റെസിഡൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇഫ് ഇറ്റ്സ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് സിറ്റുവേറ്റഡ് വോളി ഔട്ട്സൈഡ് ഇന്ത്യ, അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എൻറ്റയർലി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ആ ഒരു ഇന്ത്യൻ കമ്പനീനെ എന്താണ് പറയുന്നത്, ഒരു നോൺ റെസിഡൻ്റ് ആണെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഓൾവേസ് കൺസിഡേർഡ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, അത് എപ്പോഴും എന്തായിരിക്കും, ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. തേർഡ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് റെസിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും ഓൺലി ഇഫ് ഇറ്റ്സ് കണ്ടക്ട് ബിസിനസ് ആക്ടിവിറ്റീസ് എക്സ്ക്ലൂസീവ്ലി വിത്ത് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ മാത്രമാണ് ബിസിനസ് നടത്തുള്ളൂ എങ്കിൽ അവരെന്തായിട്ട് കൺസിഡർ ചെയ്യും, റെസിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും എന്ന് പറയുന്നു. ദെൻ ഫോർത്ത് ലാസ്റ്റ് ഓപ്ഷൻ, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റെസിഡൻറ്റ് ഓർ നോൺ റെസിഡൻറ്റ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ടേൺ ഓവർ, അവരുടെ ബിസിനസ്സിന് ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നാലാമത്തെ ഓപ്ഷൻ. സോ ഇതിൻ്റെയും ഒരു ആൻസർ നമ്മൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അറിയേണ്ടത് ആരാണ് റെസിഡൻറ്റ്, ഓരോരുത്തരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. സോ നമുക്ക് കണ്ടന്റിലേക്ക് പോവാം. വൈ സ്റ്റഡി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്? എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഏരിയ പഠിക്കുന്നതിൻ്റെ ആവശ്യം? ടാക്സ് ഇൻസിഡൻസ്, അതായത് ടാക്സ് ചുമത്തപ്പെടുന്നത് വൺ എൻ എസ്എസ്സി ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഒരാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ആസ്പദമാക്കിയിട്ടാണ് അദ്ദേഹം ടാക്സ് അടയ്ക്കണോ ടാക്സ് അടയ്ക്കണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, വെദർ ആൻ ഇൻകം അക്രൂഡ് ടു ആൻ ഇൻഡിവിജ്വൽ ഔട്ട്സൈഡ് ഇന്ത്യ. ഫോർ എക്സാമ്പിൾ, എനിക്ക് വിദേശത്ത് നിന്ന് ഒരു വരുമാനം കിട്ടി. ഓക്കെ, ഈസ് ടാക്സബിൾ ഇൻ ഇന്ത്യ. അതിന്മേൽ വിദേശത്തു നിന്ന് എനിക്ക് കിട്ടിയ വരുമാനത്തിന്മേൽ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഡിപ്പെൻഡ് അപ്പോൺ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ വിദേശ രാജ്യത്ത് നിന്ന് എനിക്ക് ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യൻ റെസിഡൻ്റ് ആണെങ്കിൽ ഞാൻ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇന്ത്യയിൽ റെസിഡൻ്റ് അല്ല, നോൺ റെസിഡൻ്റ് ആണെങ്കിൽ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഇന്ത്യ വംശജനാണ്, ഇന്ത്യൻ സിറ്റിസൺ ആണ്, ആയിക്കോട്ടെ, ഞാൻ ഇന്ത്യയിൽ 1 മാസമോ 2 മാസം മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള മാസങ്ങളിൽ വിദേശ രാജ്യത്താണ് നിൽക്കുന്നതെങ്കിൽ ആ വിദേശ രാജ്യത്ത് നിന്ന് കിട്ടുന്ന വരുമാനത്തിന്മേൽ ഞാൻ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. കാരണം എൻ്റെ ഇന്ത്യയിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അപ്പോഴെന്തായിരിക്കും, നോൺ റെസിഡൻ്റ് എന്നുള്ള സ്റ്റാറ്റസ് ആയിരിക്കും മിക്കവാറും. ഓക്കെ, അപ്പം നോൺ റെസിഡൻ്റ് ആണെങ്കിൽ ഞാൻ ടാക്സ് അടയ്ക്കേണ്ട. അതേസമയം ഞാൻ ഇന്ത്യൻ റെസിഡൻ്റ് ആണ്, ഇന്ത്യയിൽ തന്നെ സ്ഥിരതാമസാക്കുന്ന ഒരാളാണ്, വിദേശത്ത് 1 മാസം ഒരു വിസിറ്റിന് പോയി, അവിടെ പോയിട്ട് ഞാനൊരു അധ്യാപകനായിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ 5 ദിവസം ക്ലാസ് എടുത്തു, അവിടെ നിന്ന് എനിക്കൊരു വരുമാനം കിട്ടി. അപ്പോൾ വരുമാനം ജനറേറ്റ് ചെയ്ത് അവിടെ നിന്നാണ്, അബ്രോഡ് ഇന്ത്യയാണ്, വിദേശത്ത് നിന്നാണ് എനിക്ക് വരുമാനം കിട്ടിയത്. പക്ഷേ
ആ വരുമാനത്തിന്മേൽ ഞാൻ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. കാരണം ഞാൻ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുള്ള മാത്രം, ഇന്ത്യൻ സിറ്റിസൺഷിപ്പിലും ഇവിടെ പ്രാധാന്യമില്ല. ഞാൻ ആരാണ്? ഒരു റെസിഡന്റ് ആണ്, ഇന്ത്യൻ റെസിഡന്റ് ആയതുകൊണ്ട് വിദേശത്തു നിന്ന് വരുമാനം കിട്ടിക്കഴിഞ്ഞാലും ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. സോ ഇതിനാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് നോക്കിയിട്ടാണ് ഒരാൾ ടാക്സ് അടയ്ക്കേണ്ടത്. അതല്ലാതെ അദ്ദേഹത്തിന്റെ എന്ത് നോക്കിയിട്ടല്ല, സിറ്റിസൺഷിപ്പ് നോക്കിയിട്ടോ എവിടെ നിന്ന് വരുമാനം കിട്ടിയതെന്ന് മാത്രം നോക്കിയിട്ടല്ല ചെയ്യേണ്ടത് ടാക്സ് അടയ്ക്കേണ്ടത്. സിമിലർലി വെദർ ആൻ ഇൻകം ഏൺഡ് ബൈ എ ഫോറിൻ നാഷണൽ ഇൻ ഇന്ത്യ, ഒരു വിദേശി അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ആൻ ഇൻകം ഏൺഡ് ബൈ എ ഫോറിൻ നാഷണൽ ഇൻ ഇന്ത്യ, അദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്ന് വരുമാനം കിട്ടി. ഓക്കെ, ഓർ ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് ടാക്സബിൾ ഇൻ ഇന്ത്യ. അപ്പോൾ ഒരാൾക്ക് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ വിദേശത്തു നിന്നോ വരുമാനം കിട്ടി, അദ്ദേഹം ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഡിപ്പെൻഡ്സ് ഓൺ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ ഇൻഡിവിജ്വൽ റാദർ ദാൻ ഹിസ് സിറ്റിസൺഷിപ്പ്. അപ്പോൾ ഒരു അമേരിക്കക്കാരൻ ഇന്ത്യയിൽ നിന്ന് വരുമാനം കിട്ടി. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്? അദ്ദേഹം ചിലപ്പോൾ ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കില്ല, പക്ഷെ വരുമാനം എവിടെ നിന്നാണ് കിട്ടിയത്? ഇന്ത്യയിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഇന്ത്യയിൽ ടാക്സ് ചിലപ്പോൾ അടയ്ക്കേണ്ടി വരും. സോ അപ്പോൾ നമ്മൾ നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ്. അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ ടാക്സ്, ആ ഇൻകം എവിടെ നിന്ന് ജനറേറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? ഒരാൾ ടാക്സ് അടയ്ക്കേണ്ടത്. സോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നിർണ്ണയിക്കേണ്ടത് അനിവാര്യമാണ്. റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് തീരുമാനിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. Therefore, the determination of the residential status of a person is very significant in order to find out his tax liability. So, എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. ഹൗ ടു ഫൈൻഡ് ഔട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? അതായത് ദ ഫോളോയിങ് ടേബിൾ എക്സ്പ്ലെയിൻ ഹൗ ദീസ് ആർ സബ് കാറ്റഗറൈസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ സബ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സബ് കാറ്റഗറൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെയും HUF കുറിച്ച് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF. ഇൻഡിവിജ്വൽ എന്ന് വെച്ചാൽ ഒരു വ്യക്തി, HUF എന്ന് വെച്ചാൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അപ്പോൾ ആരാണ് HUF, ആരാണ് ഇൻഡിവിജ്വൽ, ആരാണ് AOP, ആരാണ് BOI തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ആപ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫുൾ വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. സോ അപ്പോൾ മനസ്സിലാവും എന്താണ് ഇൻഡിവിജ്വൽ HUF എന്നുള്ളതിനെ പറ്റിയൊക്കെ അറിയാമായിരിക്കും. ഓക്കെ, പലപ്പോഴും ചില ആളുകൾക്കൊക്കെ എന്താണ് ഇൻഡിവിജ്വൽ HUF എന്നുള്ളത് ഈ വീഡിയോസ് കാണുന്ന പല ആളുകൾക്കും അറിയാവുന്ന കാര്യം കൂടി തന്നെയാണ്. സോ അതുകൊണ്ട് ആ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ, ആ ഇൻഡിവിജ്വൽ HUF എന്ന് പറയുന്നത് അവർ 2 കാറ്റഗറി ഉണ്ട്. ദാറ്റ് ഈസ് ഒന്ന് റെസിഡന്റ്, സെക്കൻഡ് വൺ ആണ് നോൺ റെസിഡന്റ്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ HUF എത്ര കാറ്റഗറി ഉള്ളത്? റെസിഡന്റ് ഉണ്ട്, നോൺ റെസിഡന്റ് ഉണ്ട്. റെസിഡന്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഓർഡിനറി റെസിഡന്റ് ഉണ്ട്, നോൺ ഓർഡിനറി റെസിഡന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ HUF ഏതൊക്കെ ടൈപ്പ് ഉള്ളത്? റെസിഡന്റ്, നോൺ റെസിഡന്റ്. റെസിഡന്റിന് എത്ര ടൈപ്പ് ഉണ്ട്? ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ HUF 3 കാറ്റഗറിയാണുള്ളത്. ഓർഡിനറി റെസിഡന്റ്, സെക്കൻഡ് വൺ നോട്ട് ഓർഡിനറി റെസിഡന്റ്, തേർഡ് വൺ നോൺ റെസിഡന്റ്. ഓക്കെ, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടും നമുക്ക് പറയാം. ഓക്കെ, 2 കാറ്റഗറി റെസിഡന്റ്, നോൺ റെസിഡന്റ്. ഈ റെസിഡന്റിലെ തന്നെയാണ് എന്ത് വരുന്നത്? ഓർഡിനറി, നോട്ട് ഓർഡിനറി. ഓക്കെ, പിന്നെ വരുന്നതാണ് നോൺ റെസിഡന്റ്. ഓക്കെ, മറ്റു അതേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് ദ പേഴ്സൺ. അതായത് പേഴ്സണിൽ വരുന്ന മറ്റാളുകൾ, HUF ആയിട്ട് കമ്പനി, ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, അവരൊക്കെ എത്ര കാറ്റഗറിയേ ഉള്ളൂ? 2 കാറ്റഗറിയേ ഉള്ളൂ. റെസിഡന്റ്, നോൺ റെസിഡന്റ്. അവരിൽ ആരില്ല? നോട്ട് ഓർഡിനറി റെസിഡന്റ്, NOR എന്ന് പറയുന്ന ഒരു കാറ്റഗറി മറ്റുള്ള പേഴ്സൺസിൽ ഇല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇൻഡിവിജ്വൽ HUF 3 കാറ്റഗറി ഉണ്ട്. ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്. മറ്റുള്ളവർ 2 ഉള്ളൂ, റെസിഡന്റ്, നോൺ റെസിഡന്റ്. ആരില്ല? നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ല. ഓക്കെ, സോ ഇത് ക്ലിയർ ആയി. ദെൻ അടുത്തത് ഡിറ്റർമിനിങ് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വൽ റെസിഡന്റ് ആണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കാര്യങ്ങൾ നോക്കിയിട്ടാണ് അത് നിർണ്ണയിക്കുന്നത്. സെക്ഷൻ 6 സബ്സെക്ഷൻ 1. സോ ഈ സെക്ഷൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. സെക്ഷൻ 6 സബ്സെക്ഷൻ 1. ദിസ് സെക്ഷൻ അപ്ലൈസ് ടു ഇൻഡിവിജ്വൽസ്. ഈ സെക്ഷൻ ആർക്കാണ്? ഇൻഡിവിജ്വൽസിനുള്ള സെക്ഷൻ ആണ്. ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ടു ക്വാളിഫൈ ആസ് റെസിഡന്റ് ഓഫ് ഇന്ത്യ, ഹി ഹാസ് ടു ഫുൾഫിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് 2 കണ്ടീഷൻ. അതായത് ഒരാൾ റെസിഡന്റ് ആവണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് 2 കണ്ടീഷൻ. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണെന്ത്? ബേസിക് കണ്ടീഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ബേസിക് കണ്ടീഷനിൽ
രണ്ട് കണ്ടീഷനിൽ ഒരു കണ്ടീഷനെങ്കിലും അറ്റ്ലീസ്റ്റ് വൺ കണ്ടീഷനെങ്കിലും സാറ്റിസ്ഫൈ ചെയ്താൽ അദ്ദേഹം ആരായിട്ട് മാറി? റെസിഡന്റ് ആയിട്ട് മാറി. ആരായിട്ട് മാറി? റെസിഡന്റ് ആയിട്ട് മാറുന്നു. റെസിഡന്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, അത് ചിലപ്പോൾ ഏതൊക്കെ റെസിഡന്റ് ആവാം? ഓർഡിനറി റെസിഡന്റ് ആവാം, അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവാം. ആ തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഏതിലേക്ക് പോകണം? അഡീഷണൽ കണ്ടീഷനിലേക്ക് പോകണം. അപ്പോൾ വേറൊന്നുമില്ല, അത് റെസിഡന്റ് ആണോ എന്നറിയാൻ വേണ്ടിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ബേസിക് കണ്ടീഷൻ അറ്റ്ലീസ്റ്റ് വൺ സാറ്റിസ്ഫൈ ചെയ്യണം. രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഇനി ഒരാൾ രണ്ടും സാറ്റിസ്ഫൈ ചെയ്ത് വെച്ചാൽ കുഴപ്പമുണ്ടോ? ഇല്ല. ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ അദ്ദേഹം റെസിഡന്റ് ആയി. ഓക്കെ, ദെൻ ഏതൊക്കെയാണ് ബേസിക് കണ്ടീഷൻ? ഹി ഇസ് ഇൻ ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 182 days or more. അപ്പൊ നമ്മളുടെ പ്രീവിയസ് ഇയർ ഏതാണ്? നമ്മളുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2023-24 ആണ്. നമ്മുടെ അസസ്മെന്റ് ഇയർ ഏതാണ്? 2024-25 ആണ്. അതായത് നമ്മുടെ അസസ്മെന്റ് ഇയർ അല്ല നോക്കേണ്ടത്, പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയറിൽ, അതായത് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്ത വർഷത്തിൽ നമ്മൾ എവിടെ വേണം? ഹി ഇസ് ഇൻ ഇന്ത്യ ഫോർ ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 182 days or more. നമ്മുടെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 2023-24 ഞാൻ ഇന്ത്യയിൽ 182 ദിവസത്തിന് മുകളിൽ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ആരാണ്? റെസിഡന്റ് ആണ്. ദാറ്റ് ഈസ് ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ. ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, അതുകൊണ്ട് ഞാൻ റെസിഡന്റ് ആണ്. ദെൻ അടുത്തതാണ് സെക്കൻഡ് കണ്ടീഷൻ, ഹി ഈസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്ന് വിചാരിക്കും, കുഴപ്പമില്ല. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ ഉണ്ട്, ഹി ഈസ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 60 days or more ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഞാൻ എത്ര ദിവസം ഉണ്ടായുള്ളൂ? ഒരു 100 ദിവസം ഉണ്ടായുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ 182 ദിവസം എന്നുള്ള സാറ്റിസ്ഫൈ ചെയ്തു? ഇല്ല. പക്ഷെ ഞാൻ എന്താ ചെയ്തു? പ്രീവിയസ് ഇയറിൽ 60 days or more സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ പ്രീവിയസ് ഇയറിൽ 60 days or more അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള വർഷത്തിൽ 4 വർഷം. അപ്പൊ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള പ്രീവിയസ് ഇയർ 2023-24 ആണ്. അതിന് മുമ്പുള്ള 4 വർഷങ്ങൾ ഏതൊക്കെയാണ്? പ്രീവിയസ് ഇയറിന് മുമ്പുള്ള വർഷം എന്ന് പറയുന്നത് 2022-23 ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? 21-22 ഉണ്ട്. അതുപോലെ തന്നെ 20-21 ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? 19-20 ഉണ്ട്. സോ ഈ 4 വർഷങ്ങൾ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷങ്ങൾ, ദാറ്റ് ഈസ് ജസ്റ്റ് പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 4 വർഷത്തിൽ 365 ദിവസം ഞാൻ ഇന്ത്യയിലുണ്ടെന്ന് വിചാരിച്ചു. അതായത് 2022-23 ഒരു 100 ദിവസമുണ്ട്. 2021-22 ദിവസത്തിൽ ഒരു 50 ദിവസമുണ്ട്. 2020-21 ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100 ദിവസമുണ്ട്. 2019-2020 ഞാൻ എന്തുണ്ട്? ഒരു 100 ദിവസമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു 365 ദിവസത്തിന് മുകളിൽ, അതായത് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷത്തിൽ ഒരു 365 ദിവസത്തിന് മുകളിലുമുണ്ട്. കഴിഞ്ഞ പ്രീവിയസ് ഇയർ 2023-24 ഒരു 100 ദിവസം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്തു? സെക്കൻഡ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല, രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സോ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഞാൻ ആരായിട്ട് മാറും? റെസിഡന്റ് ആയിട്ട് മാറും. ഓർഡിനറി റെസിഡന്റ് ആണെന്നോ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെന്നോ പറയുന്നില്ല, അതിലേക്ക് എത്താൻ പോകുന്നേ ഉള്ളൂ. അതിന് അഡീഷണൽ കണ്ടീഷനിലേക്ക് പോകണം. ഈ 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഐ വിൽ ബി എ റെസിഡന്റ്. ഞാൻ ആരാണ്? റെസിഡന്റ് ആണ്. ഓക്കെ, റെസിഡന്റ് ആണെങ്കിലോ? റെസിഡന്റ് ആണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരുമാനം കിട്ടിക്കഴിഞ്ഞാലും വിദേശത്ത് നിന്ന് വരുമാനം കിട്ടിക്കഴിഞ്ഞാലും എവിടെ നിന്ന് വരുമാനം കിട്ടിക്കഴിഞ്ഞാലും ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, റെസിഡന്റ് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ഞാൻ റെസിഡന്റ് ആണ്. അപ്പൊ ഇത് നോക്കിയിട്ടാണ് എന്ത് തീരുമാനിക്കുന്നത്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിലൊരു അമെൻമെന്റ് വന്നിട്ടുണ്ട്, ഒരു ഭേദഗതി വന്നിട്ടുണ്ട്. വിത്ത് എഫക്ട് ഫ്രം ദ ഇയർ 2020-21 2020-2021 വന്നിരിക്കുന്ന ഒരു ഭേദഗതിയാണ്. ദ പീരീഡ് ഓഫ് സ്റ്റേ 182 days ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു 120 days. നമ്മൾ നേരത്തെ പഠിച്ച 182 days ഇല്ലേ, അത് 120 ദിവസമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അല്ല. ഇൻ ദ കേസ് ഓഫ് എ പേഴ്സൺ ഹൂസ് ഇൻകം അതർ ദാൻ ഫ്രം ഫോറിൻ സോഴ്സസ് മോർ ദാൻ 15 lakh എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് ഓഫ് എ പേഴ്സൺ ഹൂസ് ഇൻകം അതർ ദാൻ ഫ്രം ഫോറിൻ സോഴ്സ്, അതായത് വിദേശത്ത് നിന്നല്ലാത്ത വരുമാനം, അതായത് ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം മാത്രം 15 ലക്ഷം ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ത്യയിൽ 160 ദിവസം ഇന്ത്യയിലുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തോ? ഇല്ല. രണ്ടാമത്തെ ബേസിക് കണ്ടീഷനിലേക്ക് പോകാൻ വരട്ടെ, ചിലപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്ത റെസിഡന്റ് ആവും. ഓക്കെ, പക്ഷെ ഇവിടെ വേറൊരു സംഭവം പറയാണ്. നിങ്ങൾ 120 ദിവസം, അതായത് 120 ദിവസത്തിന് മുകളിൽ എന്ത് ചെയ്തു? ഇന്ത്യയിൽ താമസിച്ചു.
അതായത് ഫോർ എക്സാമ്പിൾ ഒരു 160 ദിവസം ഇന്ത്യയിൽ താമസിച്ചു. അപ്പോൾ 182 ദിവസത്തിന് മുകളിലായില്ല. അപ്പോൾ ബേസിക് കണ്ടീഷൻ ഒന്നാമത് സാറ്റിസ്ഫൈ ചെയ്തില്ല. പക്ഷെ 160 ദിവസം താമസിച്ചു, അത് എന്തിന്റെ മുകളിലാണ്? 120 ഡേയ്സിന് മുകളിലാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഇന്ത്യയിൽ നിന്ന് വരുമാനം 15 ലക്ഷം രൂപക്ക് മുകളിൽ കിട്ടി. അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട എന്താ? ഇന്ത്യയിൽ ആകെ 160 അല്ലെങ്കിൽ 130 ദിവസം ഇന്ത്യയിലുള്ളൂ. പക്ഷെ ആ ദിവസം കൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് 15 ലക്ഷം രൂപ ഞാൻ കൊയ്തെടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ എന്താക്കി മാറ്റാൻ പോവാണ്? അതായത് ഇപ്പൊ 160 ദിവസം എന്ന് പറയുമ്പോൾ പഴയ കണ്ടീഷനാണ് 182 ദിവസം വേണ്ടേ. അപ്പൊ ഞാൻ ആരായിട്ട് മാറും? 182 ദിവസം സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് ആരായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്? നോൺ റെസിഡന്റ് ആവാൻ ചാൻസ് ഉണ്ട്. നോൺ റെസിഡന്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. സർക്കാരിനെ സംബന്ധിച്ച് മാക്സിമം റെസിഡന്റ് ആക്കാനാണ് ശ്രമിക്കുന്നത്. സോ ഞാൻ റെസിഡന്റ് ആവാതെ പോകുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? റെസിഡന്റ് ആവാതെ പോവുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ നിന്ന് 15 ലക്ഷത്തിന് മുകളിൽ വരുമാനം കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ എന്നെ പിടിക്കണം. അപ്പൊ ഇത്തരത്തിൽ 15 ലക്ഷമോ അതിന് മുകളിലോ വരുമാനം കിട്ടുന്ന വ്യക്തികൾക്ക് എന്ത് മതി? 182 ദിവസം എന്നുള്ള പരിപാടിയൊന്നും വേണ്ട, 120 ദിവസം മതി. അതായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൂടുതൽ ആളുകളെ ടാക്സിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് എന്തിരിക്കുന്നത് ഇങ്ങനൊരു ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇന്ത്യയിലെ മണ്ണ് ഉപയോഗിച്ചിട്ട്, ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് വെറും 120 130 ദിവസം കൊണ്ട് ഇന്ത്യയിൽ വന്നിട്ട് 15 ലക്ഷം 20 ലക്ഷം വരുമാനം 30 ലക്ഷം ഒക്കെ വരുമാനം കിട്ടുന്ന വ്യക്തി റെസിഡന്റ് ആവാതെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കുമോ? ഇല്ല, ടാക്സ് അടയ്ക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ അതുകൊണ്ട് അവരെ എന്ത് ചെയ്തു? ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. ഇഫ് ദ ഇൻകം ഇൻ ഇന്ത്യ ഡസ് നോട്ട് എക്സീഡ് 15 lakh, ദ ലിമിറ്റ് ഓഫ് 182 days വിൽ ബി ആപ്ലിക്കബിൾ. ഇനി 15 ലക്ഷത്തിന് മേളിൽ പോയിട്ടില്ല, 15 ലക്ഷത്തിന് മേളിൽ പോയിട്ടില്ല, 15 താഴെ ആണെങ്കിൽ 182 days എന്നുള്ള ലിമിറ്റ് ആയിരിക്കും അവിടെ സസ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഭേദഗതി എന്ന് പറയുന്നത്. ഭേദഗതി ഓർത്തിരിക്കാം. Then a citizen of India or a person of Indian origin who comes on visit to India stay more than 182 days but less than 182 days will be considered as resident but not total resident for the year. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, then determining the resident is an ordinary resident. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു റെസിഡന്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഓർഡിനറി റെസിഡന്റ് ഉണ്ട്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ഉണ്ട്. ഇതെങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത്? സെക്ഷൻ 6 സബ്സെക്ഷൻ 6 പ്രകാരമാണ്. ദാറ്റ് ഈസ് ഇതിനെ വിളിക്കുന്ന പേരാണ് അഡീഷണൽ കണ്ടീഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? അഡീഷണൽ കണ്ടീഷൻ എന്നാണ് വിളിക്കുന്നത്. സോ എന്താണ് അഡീഷണൽ കണ്ടീഷൻ പറയുന്നത്? ദിസ് സെക്ഷൻ അപ്ലൈസ് ടു ഇൻഡിവിജ്വൽസ്. ഈ സെക്ഷൻ ആർക്കുള്ളതാണ്? ഇൻഡിവിജ്വലിനുള്ളതാണ്. ഇൻഡിവിജ്വലിന്റെ കേസ് മാത്രമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ടു ക്വാളിഫൈ ആസ് ആൻ ഓർഡിനറി റെസിഡന്റ് ഓഫ് ഇന്ത്യ, അതായത് ഒരാൾ ഓർഡിനറി റെസിഡന്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് ഉണ്ട് റെസിഡന്റ്, ഓർഡിനറി ഉണ്ട്, നോട്ട് ഓർഡിനറി ഉണ്ട്. അപ്പൊ ഒരു ഓർഡിനറി റെസിഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഹി ഹാസ് ടു ഫുൾഫിൽ ബോത്ത് ഓഫ് ദ ഫോളോവിങ് 2 അഡീഷണൽ കണ്ടീഷൻ. അതായത് ബേസിക് കണ്ടീഷന് പുറമെ ഈ 2 അഡീഷണൽ കണ്ടീഷനും ഏതെങ്കിലും ഒരെണ്ണമല്ല, 2ഉം ഞാൻ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് അദ്ദേഹത്തിന് 2 സാറ്റിസ്ഫൈ ചെയ്താൽ അദ്ദേഹത്തിന് എന്ത് വിളിക്കും? ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇത് 2ഉം സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലോ നോട്ട് ഓർഡിനറി എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ റെസിഡന്റ് തന്നെയാണ്. 2 സാറ്റിസ്ഫൈ ചെയ്താൽ ഓർഡിനറി, 2 സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നോട്ട് ഓർഡിനറി. ഓക്കെ, അപ്പൊ 2 അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് 2? അത് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഹി ഹാസ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 2 out of 10 പ്രീവിയസ് ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ റെലവന്റ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷം ഇന്ത്യയിൽ ഉണ്ടാവുക. He has been resident in India at least 2 out of 10 previous year immediately preceding the relevant previous year. Okay, അതായത് കഴിഞ്ഞ 10 വർഷത്തിൽ, അതായത് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷം ഇന്ത്യയിൽ എന്തായിരിക്കണം? റെസിഡന്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ റെസിഡന്റ് എന്നുള്ള സ്റ്റാറ്റസ് നേരത്തെ പഠിച്ചല്ലോ, ബേസിക് കണ്ടീഷൻ പഠിച്ചല്ലോ. ആ ബേസിക് കണ്ടീഷൻ പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിൽ 2 വർഷം എന്ത് വേണം? ഇന്ത്യയിൽ മിനിമം വേണം. 2 വർഷം ഇന്ത്യയിൽ എന്ത് വേണം? റെസിഡന്റ് ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷം എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷം എന്ന് വെച്ചാൽ 2023 24 മുമ്പുള്ള 2020 21 2021 22 2018 17 18 16 15 അങ്ങനെയുള്ള 10 വർഷം ഉണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ഒരു 10 വർഷത്തിൽ ഏതെങ്കിലും ഒരു 2 വർഷത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ആ 10 വർഷത്തിൽ ഏതെങ്കിലും ഒരു 2 വർഷം നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യയിൽ റെസിഡന്റ് ആയി. ഇന്ത്യയിൽ റെസിഡന്റ് ആവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 2016 17 അതിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു 200 ദിവസം ഇന്ത്യയിൽ ഉണ്ടായെന്ന് വിചാരിച്ചു. അപ്പോൾ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? അപ്പോൾ നമ്മൾ ആരാണ്? റെസിഡന്റ് ആണ്.
അപ്പോൾ 2016-17 റെസിഡൻ്റ് ആണ്. ഇനി ഫോർ എക്സാമ്പിൾ 2019-20 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 250 ദിവസം ഇന്ത്യയിലുണ്ട്. അപ്പോഴും നമ്മൾ എന്താണ് 2019-20 റെസിഡൻ്റ് ആണ്. സോ പ്രീവിയസിന് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷം റെസിഡൻ്റ് ആയിട്ടുണ്ട്. അങ്ങനെ റെസിഡൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരായിട്ട് മാറും, ഒരു അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സോ അഡീഷണൽ കണ്ടീഷൻ എന്താണ്, പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷം ഇന്ത്യയിൽ ആരാവണം, റെസിഡൻ്റ് ആവണം എന്നാണ് പറയുന്നത്. 2 വർഷം ഇന്ത്യയിൽ ഉണ്ടാവണം എന്നുള്ള രീതിയിലല്ല ഇവിടെ പറയുന്നത്. 2 വർഷം എന്താണ് ഇരിക്കണം, റെസിഡൻ്റ് ആവണം എന്നുള്ളതാണ് പറയുന്നത്. സെക്കൻഡ് കണ്ടീഷനിലേക്ക് വരാനാണെങ്കിൽ, ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 730 days ഓർ മോർ ഡ്യൂറിംഗ് ദ 7 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ റെലവന്റ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷം, പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 7 വർഷത്തിൽ ഇന്ത്യയിൽ എത്ര ദിവസം വേണം, മിനിമം 730 ദിവസം വേണം. ഓക്കെ, സോ ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 730 days ഓർ മോർ ഡ്യൂറിംഗ് ദ 7 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ റെലവന്റ് പ്രീവിയസ് ഇയർ. പ്രീവിയസിന് തൊട്ട് മുമ്പുള്ള 7 വർഷത്തിൽ, ഫോർ എക്സാമ്പിൾ പ്രീവിയസിന് തൊട്ട് മുമ്പുള്ള വർഷമാണ് 2022-23, അതിൽ ഞാനൊരു 100 ദിവസം ഇന്ത്യയിലുണ്ടായി. അതിന് തൊട്ട് മുമ്പുള്ള വർഷത്തിൽ ഒരു 200 ദിവസം ഇന്ത്യയിലുണ്ടായി. ഓക്കെ, അതിന് തൊട്ട് മുമ്പുള്ള വർഷത്തിൽ ഒരു 200 ദിവസം ഉണ്ടായി. ഇപ്പോൾ ടോട്ടൽ എത്ര, 500 ദിവസം. ഓക്കെ, ഇനി അതിന് തൊട്ട് മുമ്പുള്ള വർഷത്തിൽ എന്ത് ചെയ്തു, ഞാനൊരു 200 ദിവസം ഉണ്ടായി. അപ്പോൾ എത്രയായി, 700 ദിവസമായി. അതിന് തൊട്ട് മുമ്പുള്ള വർഷത്തിൽ ഒരു 50 ദിവസം ഉണ്ടായി. അപ്പോൾ ടോട്ടൽ എത്രയായി, 750 days ആയി. അപ്പോൾ പ്രീവിയസിന് മുമ്പുള്ള 7 വർഷത്തിൽ 730 ദിവസം ടോട്ടൽ ഇന്ത്യയിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് അതും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതുകൂടാതെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസിന് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷം ഇന്ത്യയിൽ റെസിഡന്റ് ആവണം എന്നാണ് പറയണത്. ഇത് ഡേയ്സ് ആണ്. ഇവിടെ 730 ഡേയ്സ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയണത്. ഓക്കെ, ഇവിടെ പറയണത് പ്രീവിയസിന് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷം റെസിഡന്റ് ആവണം എന്നുള്ള പറയുന്നു. ഇവിടെ പറയണത് 730 ദിവസം പ്രീവിയസിന് മുമ്പുള്ള 7 വർഷത്തിൽ വേണം എന്നുള്ളത് പറയുന്നു. സോ ഈ 2 അഡീഷണൽ കണ്ടീഷൻസും ഞാൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, so here individual satisfying the condition of section 6 subsection 1, ഇൻഡിവിജ്വൽ അതായത് സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ഏതാ, ബേസിക് കണ്ടീഷൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ബട്ട് നോട്ട് സെക്ഷൻ 6 സബ്സെക്ഷൻ 6. ഈ സെക്ഷൻ 6 സബ്സെക്ഷൻ 6 2 അഡീഷണൽ കണ്ടീഷൻ ഞാൻ എന്ത് ചെയ്തില്ല, സാറ്റിസ്ഫൈ ചെയ്തില്ല. 2 സാറ്റിസ്ഫൈ ചെയ്തില്ല വെച്ചിട്ടുണ്ടെങ്കിൽ 1 മാത്രം സാറ്റിസ്ഫൈ ചെയ്തിട്ട് വരില്ല, 2 സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. അപ്പൊ 2 1 സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ എന്ന് വിചാരിച്ചു, ഒരു കാര്യമല്ല. ഇത് 2 സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഇതാണ് അഡീഷണൽ കണ്ടീഷൻ. അഡീഷണൽ കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഇത് 2 ഞാൻ സാറ്റിസ്ഫൈ ചെയ്തില്ല, അല്ലെങ്കിൽ 1 സാറ്റിസ്ഫൈ ചെയ്തോളെങ്കിലോ വിൽ ബി ക്ലാസിഫൈഡ് ആസ് റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഞാൻ ആരായിട്ട് മാറും, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് ബേസിക് കണ്ടീഷൻ 1 സാറ്റിസ്ഫൈ ചെയ്തു, അഡീഷണൽ കണ്ടീഷൻ 1 അല്ലെങ്കിൽ 1 സാറ്റിസ്ഫൈ ചെയ്തില്ല, നോട്ട് ഓർഡിനറി റെസിഡന്റ്. ബേസിക് കണ്ടീഷൻ 1 സാറ്റിസ്ഫൈ ചെയ്തു, അഡീഷണൽ കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിലോ ഐ ആം എ ഓർഡിനറി റെസിഡന്റ്. ഞാൻ ആരായിട്ട് മാറി, ഓർഡിനറി റെസിഡന്റ് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ റെസിഡന്റ് തന്നെ 2 ടൈപ്പ്, ഓർഡിനറി ഉണ്ട്, നോട്ട് ഓർഡിനറി ഉണ്ട്. ഓക്കെ, സോ ഇനിയാണ് സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകുന്നത്. എപ്പോഴാണ്, ഓക്കെ, റൂൾസ് ഫോർ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഫസ്റ്റ് വൺ ആണ് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് മസ്റ്റ് സാറ്റിസ്ഫൈ അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ ബേസിക് കണ്ടീഷൻ. ഞാൻ എന്ത് ചെയ്തു, ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, ദാറ്റ് ഈസ് ബേസിക് കണ്ടീഷൻ 1 സാറ്റിസ്ഫൈ ചെയ്തു, അല്ലെങ്കിൽ പോട്ടെ 2 സാറ്റിസ്ഫൈ ചെയ്തു, കുഴപ്പമില്ല. അഡീഷണൽ കണ്ടീഷൻ ഉണ്ട്. അഡീഷണൽ കണ്ടീഷൻ എന്ത് ചെയ്തു, ആൻഡ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻ എന്ത് ചെയ്തു, 2 സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആരാണ്, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. ഞാൻ ആരായിട്ട് മാറി, ഓർഡിനറി റെസിഡന്റ് ആയിട്ട് മാറി. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്, ദാറ്റ് ഈസ് NOR, മസ്റ്റ് സാറ്റിസ്ഫൈ അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ ബേസിക് കണ്ടീഷൻ. അതായത് ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് എത്ര ഉണ്ട്, 2 ഉണ്ട്. 2 ഞാൻ 1 സാറ്റിസ്ഫൈ ചെയ്തു, അല്ലെങ്കിൽ പോട്ടെ 2 ഞാൻ സാറ്റിസ്ഫൈ ചെയ്തു. ബേസിക് കണ്ടീഷൻ 2 അല്ലെങ്കിൽ 1 സാറ്റിസ്ഫൈ ചെയ്തു. ഇനി എന്താ ഉള്ളത്, അഡീഷണൽ കണ്ടീഷൻ ഉണ്ട്. ആൻഡ് 1 or none ഓഫ് ദ അഡീഷണൽ കണ്ടീഷൻ. 1 or none എന്ന് വെച്ചാൽ എന്താ, അഡീഷണൽ കണ്ടീഷൻ 1 സാറ്റിസ്ഫൈ ചെയ്തോ അല്ലെങ്കിൽ 1 സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പൊ അഡീഷണൽ കണ്ടീഷൻ 2 ഒന്നുകിൽ 1 അല്ലെങ്കിൽ 0 സാറ്റിസ്ഫൈ ചെയ്തോളെങ്കിലോ ഞാൻ ആരായിട്ട് മാറും, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് മാറും. ഓക്കെ, പക്ഷെ അപ്പോഴും റെസിഡന്റ് തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ്, ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട്. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത റെസിഡന്റ് ആണ്. ഓക്കെ, ദെൻ ഹു ഇസ് എ നോൺ റെസിഡന്റ് മസ്റ്റ് സാറ്റിസ്ഫൈ നൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ. ദാറ്റ് ഈസ് ഞാൻ ബേസിക് കണ്ടീഷൻ എന്ത് ചെയ്തില്ല, സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ ഞാൻ ആരായിട്ട് മാറും, നോൺ റെസിഡന്റ് ആയിട്ട് മാറും. പിന്നെ അഡീഷണൽ കണ്ടീഷനിലേക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല. സോ ഇതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ റൂൾസ് എന്ന് പറയുന്ന ഈ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് അടുത്തത് ഡിറ്റർമിനിങ് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് HUF.
ഒരു HUFന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ നമുക്ക് നിർണ്ണയിക്കാം? സെക്ഷൻ 6 സബ്സെക്ഷൻ 2. അപ്പോൾ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ഏതാ? ഇൻഡിവിജ്വലിന്റെ ബേസിക് കണ്ടീഷനാണ്. സെക്ഷൻ 6 സബ്സെക്ഷൻ 2 പറയുന്നത് എന്താണ്? ദിസ് സെക്ഷൻ അപ്ലൈസ് ടു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. HUFനുള്ളതാണ്. ദ ഡിസ്റ്റിങ്ഷൻ അണ്ടർ ദിസ് സെക്ഷൻ ഈസ് മെയ്ഡ് ആസ് എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഈസ് സെഡ് ടു ബി റെസിഡന്റ്. HUF റെസിഡന്റ് ആവുന്ന എപ്പോഴാണ്? ഇൻ ഇന്ത്യ ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഈസ് വോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. അതായത് ഇവിടുത്തെ ബേസിക് കണ്ടീഷൻ ആണിത്. HUFന്റെ ബേസിക് കണ്ടീഷൻ എന്താണ്? HUFന്റെ ബേസിക് കണ്ടീഷൻ വേറൊന്നുമില്ല, ഇതിന്റെ ഈ ബിസിനസിന്റെ HUFന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ് എവിടെയാവാ? വോളി അല്ലെങ്കിൽ പാർട്ട്ലി എങ്കിലും ഇന്ത്യയിലാവാ. ഓക്കെ, അതാണ് ബേസിക് കണ്ടീഷൻ. ദാറ്റ് ഈസ് വോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. എ HUF ഫാമിലി ഈസ് നോൺ റെസിഡന്റ് ഇന്ത്യ. അവർ നോൺ റെസിഡന്റ് ആവുന്ന എപ്പോഴാണ്? ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് ഈസ് വോളി സിറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എൻറ്റയർലി ഔട്ട്സൈഡ് ഇന്ത്യയിലാണോ? നോൺ റെസിഡന്റ് ആണ്. കുറച്ചോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഇന്ത്യയിലാണോ? അവരാരാണ്? റെസിഡന്റ് ആണ്. അപ്പോൾ HUFനെ സംബന്ധിച്ച് ഒറ്റ ബേസിക് കണ്ടീഷനേ ഉള്ളൂ. എന്താണ് ബേസിക് കണ്ടീഷൻ? കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഇന്ത്യയിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും ഇന്ത്യയിൽ ഉണ്ടാവുക എന്നുള്ളത്. അത് സാറ്റിസ്ഫൈ ചെയ്തോ? റെസിഡന്റ് ആണ്. ഓക്കെ, അത് സാറ്റിസ്ഫൈ ചെയ്തില്ലേ? നോൺ റെസിഡന്റ് ആണ്. ഓക്കെ, ഇനി HUF 2 ടൈപ്പ് ഉണ്ട്. ആരൊക്കെയാണ്? റെസിഡന്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ആരൊക്കെയാണ്? റെസിഡന്റും ഉണ്ട്, ഓർഡിനറി റെസിഡന്റും ഉണ്ട്, നോട്ട് ഓർഡിനറി റെസിഡന്റും ഉണ്ട്. സോ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് സിറ്റുവേറ്റഡ് അറ്റ് എ പ്ലേസ് വേർ ദ ഹെഡ്. ഇനി ഈ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, അതിന്റെ ഹെഡ് അല്ലെങ്കിൽ സീറ്റ് ഡയറക്റ്റിംഗ് പവർ എവിടെയാണ് സിറ്റ് ചെയ്തിരിക്കുന്നത്? അതിനാണ് ഈ പറഞ്ഞ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന് അഡീഷണൽ കണ്ടീഷനിലേക്ക് നമുക്ക് പോവാം. സെക്ഷൻ 6 സബ്സെക്ഷൻ 6 ക്ലോസ് ബി പറയുന്നത് അഡീഷണൽ കണ്ടീഷനാണ്. HUFന്റെ അഡീഷണൽ കണ്ടീഷനാണ്. ദ റെസിഡന്റ് ഹിന്ദു അണ്ടർ ഫാമിലി ഈസ് ആൻ ഓർഡിനറി റെസിഡന്റ് ഇൻ ഇന്ത്യ ഇഫ് ദ കർത്ത ഓർ മാനേജർ ഓഫ് ദ ഫാമിലി ഓഫ് ബിസിനസ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് ടു അഡീഷണൽ കണ്ടീഷൻ. കർത്ത എന്ത് ചെയ്യണം? അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ബേസിക് കണ്ടീഷൻ എന്താ? ബിസിനസിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് വോളി അല്ലെങ്കിൽ പാർട്ട്ലി ഇന്ത്യയിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ റെസിഡന്റ് ആയി. ഓക്കെ, ഇനി അഡീഷണൽ കണ്ടീഷൻ എന്താണ്? കർത്ത ഹാസ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 2 out of 10 പ്രീവിയസ് ഇയർ. പ്രീവിയസിന് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷം കർത്ത ആരായിരിക്കണം? റെസിഡന്റ് ആയിരിക്കണം. നമ്മൾ മറ്റേ ഇൻഡിവിജ്വലിലെ കേസിൽ പറഞ്ഞ അഡീഷണൽ കണ്ടീഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് കർത്തയുടെ അഡീഷണൽ കണ്ടീഷൻ. സോ കർത്ത എന്ത് ചെയ്യണം? കർത്ത എന്ന് പറയുന്നത് HUFന്റെ ഹെഡാണ്. അദ്ദേഹം പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷം ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. റെസിഡന്റ് 10 വർഷത്തിൽ 2 വർഷം ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കണം എന്ന് വെച്ചാൽ 10 വർഷം ഇന്ത്യയിൽ ഫുള്ള് വേണമെന്നല്ല, എന്ത് വേണം? ആ 182 ഡേയ്സ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ പറഞ്ഞില്ല, ആ ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. സോ കർത്ത റെസിഡന്റ് ആയിരിക്കണം. ഓക്കെ, ദെൻ അടുത്തത് മാത്രമല്ല, കർത്ത എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷത്തിൽ, ഓക്കെ, കർത്ത ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 730 days or more during the 7 years immediately preceding the relevant previous year. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷത്തിൽ 730 ദിവസം ഇന്ത്യയിൽ വേണം. സോ ഈ 2 അഡീഷണൽ കണ്ടീഷനും, ദാറ്റ് ഈസ് സെക്ഷൻ 6 സബ്സെക്ഷൻ 6 ക്ലോസ് ബി പ്രകാരമുള്ള ഈ 2 അഡീഷണൽ കണ്ടീഷനും കർത്ത സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അവരാരായിട്ട് മാറി? ഓർഡിനറി റെസിഡന്റ് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ റെസിഡന്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഓർഡിനറി റെസിഡന്റ് ഉണ്ട്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ഉണ്ട്. ഓക്കെ, എപ്പോഴാണ് ഓർഡിനറി റെസിഡന്റ് ആവുന്നത്? ബേസിക് കണ്ടീഷൻ, ഈ പറഞ്ഞ HUF ബേസിക് കണ്ടീഷൻ എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. എന്താണ് ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത്? ബേസിക് കണ്ടീഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇവരുടെ ബിസിനസ് എന്ന് പറയുന്നത് പാർട്ട്ലി അല്ലെങ്കിൽ വോളി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആയിരിക്കണം. അതാണ് ബേസിക് കണ്ടീഷൻ. അഡീഷണൽ കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ 2 അഡീഷണൽ കണ്ടീഷൻ. ഇതാരെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? കർത്ത സാറ്റിസ്ഫൈ ചെയ്യണം. സപ്പോസ് കർത്ത സാറ്റിസ്ഫൈ ചെയ്തില്ല, അതായത് അഡീഷണൽ കണ്ടീഷൻസ് 2 എണ്ണമോ അല്ലെങ്കിൽ 2 എണ്ണവും സാറ്റിസ്ഫൈ ചെയ്തില്ല, അല്ലെങ്കിൽ 1 എണ്ണം സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ, ഓക്കെ, അല്ലെങ്കിൽ ഒന്നും തന്നെ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തിട്ടില്ല? 2 സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല, 1 എണ്ണോ അല്ലെങ്കിൽ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അപ്പൊ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അപ്പൊ അദ്ദേഹം എന്തായിട്ട് മാറും? നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും അഡീഷണൽ കണ്ടീഷൻ 2 എണ്ണത്തിൽ 1 എണ്ണമോ അല്ലെങ്കിൽ 1 എണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് മാറും. അപ്പോൾ എപ്പോഴാണ് നോൺ റെസിഡന്റ് ആയിട്ട് മാറുന്നത്? വേറെ സിമ്പിൾ, ബേസിക് കണ്ടീഷൻ എന്ത് ചെയ്യുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യാത്തപ്പോൾ നോൺ റെസിഡന്റ് ആയിട്ട് മാറും. അപ്പോൾ HUFും 3 കാറ്റഗറി ഉണ്ട്: ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ്, നോൺ റെസിഡന്റ്. സോ ഇഫ് കണ്ടീഷൻ സ്റ്റിപ്പുലേറ്റഡ് ഇൻ സെക്ഷൻ 6 സബ്സെക്ഷൻ 6 clause B are not satisfied by HUF fulfilling the conditions stipulated in section 6 subsection B clause B, then it is classified as a resident not ordinary HUF എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ,
സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന പറഞ്ഞ കാര്യം തന്നെയാണ്. സോ എന്താണ് HUFന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഫേം ഓൺ AOP. അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓഫ് ഫേമിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്? ആസ് പെർ സെക്ഷൻ 6 സബ്സെക്ഷൻ 2 എ പാർട്ണർഷിപ്പ് ഫേം ആൻഡ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആർ സെഡ് ടു ബി റെസിഡന്റ് ഇൻ ഇന്ത്യ ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദർ അഫയർ ആർ വോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് വിത്തിൻ ഇന്ത്യ. അതായത് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് വോളി അല്ലെങ്കിൽ പാർട്ട്ലി നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അവരാരാണ്? റെസിഡന്റ് ആണ്. ഇല്ലെങ്കിൽ എന്താണ്? നോൺ റെസിഡന്റ് ആണ്. ഇവിടെ ഏത് കാറ്റഗറി? നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നുള്ള കാറ്റഗറി ഇല്ല. ഓക്കെ, അപ്പോൾ HUF നമ്മുടെ AOPക്കും ഫേമിന് അങ്ങനെയുള്ള ഈ നോട്ട് ഓർഡിനറി എന്ന് പറയുന്ന കാറ്റഗറി ഇല്ല. ദാറ്റ് ഈസ് അഡീഷണൽ കണ്ടീഷൻസ് ഒന്നും ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് വോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആണോ? റെസിഡന്റ് ആണ്. വോളി ഓർ വോളി ഔട്ട്സൈഡ് ഇന്ത്യ ആണോ? അവരെന്തായിട്ട് മാറി? നോൺ റെസിഡന്റ് ആയിട്ട് മാറി. സോ ദേ ആർ ഹവർ ട്രീറ്റഡ് ആസ് നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദർ അഫയേഴ്സ് ആർ സിറ്റുവേറ്റഡ് വോളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നോൺ റെസിഡന്റ് ആയിട്ട് മാറി. ദെൻ നെക്സ്റ്റ് വൺ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് കമ്പനി. കമ്പനിയുടെ കേസ് എങ്ങനെയാണ്? ആസ് പെർ സെക്ഷൻ 6 സബ്സെക്ഷൻ 3 ആൻഡ് ഇന്ത്യൻ കമ്പനി ഈസ് ഓൾവേസ് റെസിഡന്റ്. ഇന്ത്യൻ കമ്പനി എപ്പോഴും എന്താണ്? റെസിഡന്റ് ആണ്. കാരണം ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. സോ ഇറ്റ് വിൽ ബി ഓൾവേസ് റെസിഡന്റ്. ആൻഡ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എവിടെയാണെന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അതൊരു പ്രോബ്ലമേ അല്ല. അവരെന്തായിരിക്കും? റെസിഡന്റ് ആണ്. എ ഫോറിൻ കമ്പനി ഈസ് റെസിഡന്റ് ഇൻ ഇന്ത്യ ഓൺലി ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഹിസ് അഫയേഴ്സ് ഈസ് സിറ്റഡ് വോളി ഇൻ ഇന്ത്യ. ഒരു ഫോറിൻ കമ്പനി ഇന്ത്യയിൽ എപ്പോഴാണ് റെസിഡന്റ് ആവുന്നത്? കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് വോളി ഇന്ത്യയിലാണെങ്കിൽ റെസിഡന്റ് ആണ്. പാർട്ട്ലി അല്ലെങ്കിൽ വോളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നോൺ റെസിഡന്റ് ആണ്. Then how are the foreign companies treated as non-resident if during the previous year control and management of its affairs is either wholly or partly situated out of India? Out of India ആണെങ്കിലോ wholly അല്ലെങ്കിൽ partly അവർ നോൺ റെസിഡന്റ് ആണ്. ഓക്കെ, ഇതാണ് ഫോറിൻ കമ്പനിയുടെ ട്രീറ്റ്മെന്റ്. ഇന്ത്യൻ കമ്പനി എപ്പോഴും എന്തായിരിക്കും? റെസിഡന്റ് ആയിരിക്കും. ഓക്കെ, സോ ഇന്ത്യൻ കമ്പനിയുടെ കേസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഇതിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പ്രകാരമുള്ള ഇൻസിഡൻസ് ഓഫ് ടാക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് UGC നെറ്റ് കൊമേഴ്സിന്റെ ഈ ക്രാഷ് ബാച്ച് ഈ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു ന്യൂ ബാച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ട്, PDF നോട്ട്, പ്രീവിയസ് MCQ ഡിസ്കഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം തൊട്ട് മുമ്പിൽ വരാൻ പോവുകയാണ് UGC നെറ്റിന്റെ എക്സാം വരാൻ പോവാണ് അല്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് ക്രാക്ക് ചെയ്തെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നിങ്ങളുടെ മുന്നിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുടെ ഓപ്ഷനാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാമെന്നുള്ളത്. സോ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ ഇനി നമുക്ക് എന്താ ബാക്കിയുള്ളത്? നേരത്തെ ചോദിച്ച 2 MCQസിന്റെ ആൻസറിലേക്ക് എത്തണം അല്ലേ. സിമ്പിൾ ആണ് ആ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻ ഇന്ത്യ ഫോർ ടാക്സ് പർപ്പസ് ഇഫ് ദേ സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ 182 ഡേയ്സ് ഓർ മോർ? ഒരു വ്യക്തി 182 ദിവസത്തിന് മുകളിൽ ഇൻഡിവിജ്വൽ താമസിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് സാറ്റിസ്ഫൈ ചെയ്തു? ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സോ ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അദ്ദേഹം എന്താണ്? സിംപ്ലി ഹി വിൽ ബി എ റെസിഡന്റ് ആണ്. ഓക്കെ, അത് NOR ആവട്ടെ ഓർഡിനറി റെസിഡന്റ് ആവട്ടെ റെസിഡന്റ് ആണ്. സോ റൈറ്റ് ആൻസർ ഇസ് റെസിഡന്റ് ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണെങ്കിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 6 സബ്സെക്ഷൻ 3 ഓഫ് ദി ഇൻകം ടാക്സ് ആക്ട് ഹൗ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ ഇന്ത്യൻ കമ്പനി ഡിറ്റർമിൻഡ്? ഒരു ഇന്ത്യൻ കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? സിമ്പിൾ ആൻസർ ആണ്. ഇറ്റ് ഓൾവേസ് കൺസിഡേഴ്സ് റെസിഡന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ കമ്പനി എപ്പോഴും എന്തായിരിക്കും? റെസിഡന്റ് ആയിരിക്കും. അതേസമയം ഫോറിൻ കമ്പനി ആണെങ്കിലോ ഫോറിൻ കമ്പനിയുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് വോളി അല്ലെങ്കിൽ പാർട്ട്ലി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നോൺ റെസിഡന്റ് ആണ്. ഫുള്ളി ഇന്ത്യയിലാണെങ്കിൽ മാത്രമാണ് അവരെന്താവുള്ളൂ? റെസിഡന്റ് ആവുള്ളൂ. സോ ഇന്ത്യൻ കമ്പനി എപ്പോഴും എന്തായിരിക്കും? ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കും. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വരാൻ പോകുന്ന എക്സാമിന് എല്ലാവിധ ഭാവങ്ങളും നേരാണ്. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.